ഇന്നാണ് ലാസ്റ്റത്തെ മോഡൽ എക്സാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഇന്നത്തോടെ ഇത് കഴിഞ്ഞല്ലോ, ഇനി കുറച്ച് ദിവസം ലീവ് ഉണ്ടല്ലോ. പക്ഷെ ഇനിയാണ് ശരിക്കത്തെ യുദ്ധം ആരംഭിക്കുന്നത്. കാരണം ഇനി എക്സാമിന് സാമ്പിൾ ഒന്നും ഇല്ലല്ലോ, പരീക്ഷണങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി നല്ലോണം പഠിച്ചിട്ട് തന്നെ എഴുതണം. ബൈ ദ വേ, ഇന്നത്തെ എക്സാം എക്കണോമിക്സ് ആയിരുന്നു. 1-2 ക്വസ്റ്റ്യനൊക്കെ എന്തൊക്കെയോ എവിടെക്കോ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത് തികച്ചും ക്വസ്റ്റ്യന്റെ പ്രശ്നമായിരുന്നില്ല, ഞാൻ പഠിക്കാത്തതിന്റെ പ്രശ്നമായിരുന്നു. സംഭവം ഞാൻ പഠിക്കാത്തതല്ല, പിന്നെ പബ്ലിക്കിന് എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കണല്ലോ എന്ന് വെച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം ഞാൻ ആശ്വസിക്കട്ടെ. എക്കണോമിക്സ് എന്നെ ഒന്ന് ചെറുതായിട്ട് നല്ലോണം വെള്ളം കുടിപ്പിച്ചു. ഞാൻ രാവിലെ നിറച്ച ബോട്ടിൽ ഞാൻ രാവിലെ ഒരു മണിക്കൂർ തികച്ച് ഞാൻ വെച്ചില്ല, അപ്പത്തേക്കും ഞാൻ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഞാൻ രാത്രി പഠിച്ചത് വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. പിന്നെ അങ്ങനെ പഠിച്ച് പണ്ടാറടങ്ങിയപ്പോ ഞാൻ അങ്ങോട്ട് പൂട്ടിച്ചു പോയി. കാരണം എനിക്ക് മറ്റേ തോട്ട് ഹിറ്റായി. ഏത് പബ്ലിക് എക്സാമിനെ നോക്കാം. കുറെ പേര് ചോദിച്ചിരുന്നു ഹെയർ കെയർ പറയാമോ. സംഭവം പറയാൻ മാത്രം ഒരു ഹെയർ കെയറും മുടിയിൽ ഞാൻ പ്രത്യേകമായി ഒന്നും തേക്കാറും ഇല്ല. പ്രത്യേകിച്ച് ട്രിക്സോ ടെക്നിക്സോ ഒന്നും അതിന്റെ പിന്നിലില്ല. ഡവിന്റെ ആ 5 രൂപന്റെ പാക്കറ്റ് ഇല്ലേ, അതാണ് ചുരുക്കി പറഞ്ഞ എന്റെ ഹെയർ കെയർ. തോനെ വെളിച്ചെണ്ണ ഇടും, അത് അതേപടി ഷാമ്പൂ ഇട്ട് ഞാൻ കളയും. എന്തിനാ വെളിച്ചെണ്ണ ഇടുന്നതെന്ന് വെച്ചാൽ ഓവർ ഡ്രൈ ആവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. എന്താ ഞാൻ ഇപ്പൊ ഈ കാണിക്കുന്ന സാധനം ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും എണീറ്റ് നടന്നു പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതെ. പിന്നെ ഒരു ചാന്ത് പൊട്ടും വെച്ച് ഞാൻ എന്റെ ലുക്ക് ഫിനിഷ് ചെയ്തു. അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ബൈക്കിലിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്വേഷൻ ഒക്കെ എഴുതി വെച്ചു. ഈ വീഡിയോയിലാണ് ഞാൻ അതിനെ ലാസ്റ്റ് ആയിട്ട് കാണുന്നത്. പിന്നെ അത് എവിടെ പോയിന്ന് എനിക്കറിയാം. അപ്പൊ ശരി, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.